കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വിന്റേജ് ജേർണലിന്റെ പാർട്ട് 2 ആണിത്. നമ്മളുടെ ബേസ് ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലൊരു ഷീറ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ലൈൻസ് വരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നേരെ കട്ടാക്കി എടുക്കുക. എന്നിട്ട് ഓരോ പീസസും ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ട് ഒട്ടിച്ചെടുക്കുക. 4-5 ടിഷ്യൂ പേപ്പർ എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഫെവിക്കോളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ നേരത്തെ ഒട്ടിച്ചതിൻ്റെ സൈഡ് ഭാഗത്തായി ഇതുപോലെ അതും ഒട്ടിച്ചെടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർക്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. പിന്നെ നേരത്തെ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫെവിക്കോളും വെള്ളവും ഉള്ള മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കി 2 പീസ് വെച്ചതിൻ്റെ മുകളിലേക്കും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സൈഡും ഒന്ന് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടവർ ചെയ്താൽ മതി. ഞാനൊരു ചെറിയ ടെക്സ്ചറിന് വേണ്ടി ചെയ്തതാ. പിന്നെ ഞാൻ കുറച്ച് ക്ലേ എടുത്ത് ഇതുപോലെ ഡോട്ട്സ് ആയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ലോക്കായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫുള്ളായിട്ട് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. വിന്റേജ് ജേർണൽ ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ എങ്ങനെ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നു. അതുപോലെ കുറേ ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ലോക്കിനും ഡോട്ട്സിനെല്ലാം ഞാനൊരു ഗോൾഡൻ പെയിന്റിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എത്ര ചെയ്തിട്ടും എനിക്കൊരു മെന വരാത്തോണ്ട് ഞാൻ കുറച്ച് ക്ലേ എടുത്ത് വന്ന് എന്നിട്ട് ഇതുപോലെ തണ്ടും ഫ്ലവേഴ്സ് എല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ഞാൻ ബ്രൗൺ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലതായിരുന്നു. പിന്നെ ചെയ്ത് കൊളാക്കൽ നമ്മളുടെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഞാൻ ബ്ലാക്കും കൂടി അടിച്ചു കൊടുത്ത് കൊളാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കവറിലേക്ക് നമ്മളുടെ ജേർണലിന്റെ ബുക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ സൈഡിൽ ആ പേജും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 ഭാഗവും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ജേർണൽ ബുക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ഉള്ളത്. പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ജേർണലിന് എഴുതി ഒരു ബാനർ പോലെ ഒന്നാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ജേർണൽ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.